ഗോവിന്ദ മാഷ് നല്ലോണം വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും ഈ വിശുദ്ധിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. ഇത് വല്ലാത്തൊരു ശുദ്ധിയാണ്. ഇത്ര വലിയൊരു വിശുദ്ധി ജനങ്ങൾക്ക് മനസ്സിലാവില്ല അതെന്താണെന്നുള്ളത്. വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും. വളരെ കാര്യങ്ങൾ വളരെ തത്വാധിഷ്ഠിതമായി പറയുന്ന ഗോവിന്ദ മാഷ് നല്ലോണം വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും ഈ വിശുദ്ധിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സംഗമമൊക്കെ നടത്തി. പക്ഷെ അതിന് ശേഷം ഒന്നിനു പിറകെ ഒന്നായിട്ട് CPM പ്രശ്നത്തിൽ കൊടുക്കുകയാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ ഒരു ജനത്തിരക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഏകോപനം ഉണ്ടായില്ല എന്ന് പറയുന്നു ഈ സീസണിൽ. ശബരിമലയിൽ കാലാകാലങ്ങളിലായിട്ട് മാറി മാറി വന്ന ഗവൺമെൻറ്റൊക്കെ ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ. ഞങ്ങളൊക്കെ ഗവൺമെൻറ്റിലിരുന്ന സമയത്തൊക്കെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നതാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതിൽ ഈ ദേവസ്വത്തിലിരിക്കുന്ന ആളുകൾക്ക് അതിനോട് അല്പം ഭക്തിയും അതുപോലെ തന്നെ അതിനോട് അല്പം ആത്മാർത്ഥതയൊക്കെ നിർബന്ധമാണ്. അതില്ലാത്തതാണ് പ്രശ്നം. അല്ലെങ്കിൽ അല്പമെങ്കിലും ഒരു ഭക്തിയും ഭയമൊക്കെ ഉണ്ട് എങ്കിൽ, അതിലൊരു വിശ്വാസമൊക്കെ ഉണ്ട് എങ്കിൽ അവിടുന്ന് സ്വർണം മോഷ്ടിക്കാൻ തയ്യാറാവുമോ? അപ്പോൾ UDFൻ്റെ ഭരണസമിതികളൊക്കെ നിലനിന്നിരുന്ന കാലത്ത് അന്നത്തെ ഗവൺമെൻറ് വെച്ചിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വലിയ കാര്യമായിട്ട് കരുതുന്നവരായിരുന്നു. ഇപ്പോൾ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലത്ര വലിയ കാര്യമില്ല. സംഘമായാലും എന്തായാലും അതൊക്കെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന ഓരോരോ കാര്യങ്ങളാണ്. ഇത് തെളിയിക്കുന്ന അതാണ്. ആത്മാർത്ഥമില്ലാത്ത, അതിൽ യാതൊരുവിധ വിശ്വാസവും ഇല്ലാത്ത ആളുകളെ കൊണ്ടുപോയി അതിനകത്ത് വെച്ചതുകൊണ്ട് വന്ന കുഴപ്പമാണതൊക്കെ. അവിടെയും മോഷ്ടിക്കുന്ന കാര്യം മാത്രം അവർ ചിന്തിച്ചു എന്നുള്ളതാണ്. നല്ല സൗകര്യമല്ലേ ഇതിപ്പോൾ. അവിടെ എത്ര ഫണ്ട് വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇനി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പോൾ ഇങ്ങനെ അവിടെ പ്രത്യക്ഷത്തിൽ കാണുന്ന സ്വർണം പോലും അടിച്ചു മാറ്റി എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം ഇനി പറയേണ്ടി വരുമോ? അത് ഇനിയിപ്പോൾ പിന്നെ നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ കൂടിയാണ് ജില്ലയിലെ. അതെ, ഞാൻ നിയമസഭയിലുള്ള സമയത്ത് ഉണ്ടായ ആളാണ് 90കളിൽ. പക്ഷേ വളരെ നിർഭാഗ്യകരമായിപ്പോയി. അദ്ദേഹത്തെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്, ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും ചെയ്തുകൂടാത്തൊരു കാര്യമാണ് ഈ ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുക എന്ന് പറഞ്ഞത്. അത് വലിയ ഇതായിപ്പോയി. അവരുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കോപമുണ്ടാകുന്ന ഒരു വിഷയമായി പോയില്ലേ. സംഘമൊക്കെ തകരാറായി പോകുന്നത്. പക്ഷേ പിന്നെ നമുക്ക് ചിന്തിച്ചാലറിയാം അവിടത്തേക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. അതിന് ബലമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കണം. അന്നത്തെ ഗവൺമെൻറ്റിനുണ്ട്, മന്ത്രിക്കുണ്ട്, ബാക്കിയുള്ളവർക്കുണ്ട്. അതുകൊണ്ട് അന്വേഷണം ശരിയായ രീതിയിൽ നടന്ന് സത്യം മുഴുവൻ പുറത്ത് കൊണ്ടുവരണം. ഇന്ത്യ ഒട്ടാകെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിഷയമാണിത്. കാരണം അയ്യപ്പ ഭക്തർ ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ലല്ലോ, തുരുതുരാ വരുന്നതൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നല്ലേ. അവർക്കൊക്കെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. ഒരു സംശയം ആ കാര്യത്തിലില്ല.